ഹായ്, ഞാൻ ഡോക്ടർ ഷൈനി, സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഇൻ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ. ഇന്ന് നാം ഇൻ്റർനാഷണൽ വിമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു സ്ത്രീയായി പിറന്നതിൽ നമുക്ക് അഭിമാനിക്കാം. വി ഷുഡ് ബി പ്രൗഡ് ടു ബി എ വുമൺ ബിക്കോസ് വി ആർ സ്പെഷ്യൽ, വി ആർ യൂണിക് ആൻഡ് വി ആർ സ്പെഷ്യൽ ഇൻ അവർ ഓൺ ലിറ്റിൽ വെരി വേ. നമ്മൾ സ്ത്രീ എന്ന നിലയ്ക്ക് വളരാനും സഹിക്കാനും നമുക്ക് ഒരു ഇൻബോൺ എബിലിറ്റി അല്ലെങ്കിൽ ഇൻബോൺ ആർട്ട് നമ്മളിലുണ്ട്. അത് മേ ബി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ്. നമ്മുടെ ജീവിതം നമ്മളെ എങ്ങനെയൊക്കെ എടുത്തെറിഞ്ഞാലും നമ്മൾ അതിൽ നിന്ന് സർവൈവ് ചെയ്യാനുള്ള ശക്തി ഓരോ സ്ത്രീക്കും ദൈവം കൊടുത്തിട്ടുണ്ട്. ഒരു സ്ത്രീക്ക് അവരുടെ ഇമോഷൻസും അവരുടെ ഫീലിങ്സും നന്നായി പ്രകടിപ്പിക്കാനും അറിയാം. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാനും ഷീസ് ഗുഡ്. ഓരോ കുടുംബത്തിലെയും ഓരോ സൊസൈറ്റിയിലെയും ഒരു സ്നേഹത്തിൻ്റെ ഒരു ബോണ്ടും ഒരു യൂണിറ്റിയും സാന്ദ്രതയും കമ്പാഷനും ഒരു ബ്യൂട്ടിയൊക്കെ ഒരു സ്ത്രീ ഇല്ലാതെ അത് കംപ്ലീറ്റ് ആകുന്നില്ല. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് സ്ത്രീ കുടുംബത്തിലും സൊസൈറ്റിയിലും. ഷീ ഈസ് ദ സെൻറ്റർ of attention, of center of everything in a family, in a society and the world. അപ്പോൾ ഇന്ന് on this International Women's Day, as a doctor and as a gynecologist, എനിക്ക് നിങ്ങളോട് പറയാനുള്ള എംഫസൈസ് ചെയ്യാനുള്ള ഒരു കാര്യം, നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് മുൻതൂക്കം കൊടുക്കാം. ആരോഗ്യം എന്ന് ഞാൻ പറയുമ്പോൾ അത് ജസ്റ്റ് ബോഡി അല്ലെങ്കിൽ ഫിസിക്കൽ വെൽബീയിങ് മാത്രമല്ല. ആരോഗ്യമെന്ന് പറയുമ്പോൾ അതൊരു കോമ്പിനേഷൻ ഓഫ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ ഫുൾനെസ്സാണ്. അത് ശാരീരികവും മാനസികവും ആത്മീയവുമായ ഒരു കംപ്ലീഷനാണ് ദ ഹെൽത്ത്. ഇന്ന് സ്ത്രീകൾ ഒത്തിരി സ്ട്രെസ്ഡാണ്. അവരുടെ ലൈഫും അവരുടെ കുടുംബജീവിതവും ജോലിയും പിന്നെ അതുപോലെ തന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റീസും എല്ലാം അവരെ ഒത്തിരി സ്ട്രെസ്ഫുൾ ആക്കുന്നത് കൊണ്ട് അവർ പലപ്പോഴും അവരുടെ ആരോഗ്യത്തിനൊട്ടും തന്നെ പ്രയോറിറ്റി കൊടുക്കാറില്ല. എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഒരു റെഗുലർ എക്സസൈസ് അല്ലെങ്കിൽ ഒരു വർക്കൗട്ട്സ് ഫോർ എ ബോഡി ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ അത് കുറേയൊക്കെ നമ്മളെ ശാരീരികമായും മാനസികമായും റിലാക്സ് ചെയ്യിപ്പിക്കും. ഇന്ന് സ്ത്രീകൾ കൂടുതൽ അവെയറാണ്, കൂടുതലും ഇനിഷ്യേറ്റീവ് അതിനുവേണ്ടി സ്ത്രീകൾ എടുക്കുന്നുണ്ട്. രണ്ടാമതായി, സ്ത്രീകളിലുള്ള പല അസുഖങ്ങളും, പ്രത്യേകിച്ച് ചില ക്യാൻസേഴ്സ് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാനും ഒരുപക്ഷെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന അസുഖങ്ങളും ക്യാൻസേഴ്സും സ്ത്രീകളിലുണ്ട്. ഇന്ന് അതിനെപ്പറ്റിയൊക്കെ ഒത്തിരി സംസാരങ്ങളും അവയർനെസ് പ്രോഗ്രാംസും നടക്കുന്നുമുണ്ട്. ഫോർ എക്സാമ്പിൾ, ക്യാൻസർ സെർവിക്സ് അല്ലെങ്കിൽ ഗർഭാശയഗള ക്യാൻസർ എന്ന് പറയുന്നത് അതൊരു പ്രിവെൻറ്റബിൾ ഡിസീസാണ്. അതിൻ്റെ ഒരു കാരണം ഒരു HPV എന്ന് പറയുന്ന ഒരു വൈറസാണ്. ആ വൈറസ് ഗർഭാശയഗളത്തെ അഫക്റ്റ് ചെയ്താൽ 10 വർഷത്തെ കാലാവധിയുണ്ട് അതിന് ക്യാൻസറായി രൂപാന്തരപ്പെടാൻ വേണ്ടി. അപ്പോൾ നമുക്ക് സഫീഷ്യൻറ്റ് ടൈം നമ്മൾ ഏർലി ഡിറ്റക്റ്റ് ചെയ്താൽ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാനും ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഏർലി ട്രീറ്റ്മെൻറ്റ് എടുക്കാനും പറ്റും. ഇന്ന് അതിന് വാക്സിനും അവൈലബിൾ ആണ്. ദാറ്റ് വാക്സിൻ, ആരാണ് ഈ വാക്സിൻ എടുക്കേണ്ടത്, ആർക്കൊക്കെയാണ് എടുക്കേണ്ടത്, എത്ര ഡോസ് എടുക്കും? ഈ വാക്സിൻ മെയിൻലി ഇൻഡിക്കേറ്റഡ് 9 വയസ്സിനും 45 വയസ്സിനും ഇടയ്ക്കുള്ള ആൾക്കാർക്ക് എടുക്കാം. അതിൽ ഏറ്റവും നല്ലത് 9 വയസ്സിനും 15 വയസ്സിന് മുമ്പ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. 26 വയസ്സ് വരെയുള്ളവർ തീർച്ചയായിട്ടും എടുക്കണം. 15 വയസ്സിന് മുമ്പിൽ എടുക്കുകയാണെങ്കിൽ 2 ഡോസ് എടുത്താൽ മതി. പക്ഷേ 15 വയസ്സ് മുതൽ 45 വയസ്സ് വരെ എടുക്കുമ്പോൾ 3 ഡോസ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ 9 വയസ്സ് മുതൽ 26 വയസ്സുള്ളവർക്ക് തീർച്ചയായിട്ടും എടുക്കണം. 45 വയസ്സ് വരെ എടുക്കാം. അടുത്തതാണ് ബ്രസ്റ്റ് ക്യാൻസർ. ബ്രസ്റ്റ് ക്യാൻസർ വളരെ കോമൺ ആണ് ഇപ്പോൾ. അപ്പോൾ ഇത്രയും കോമൺ ആയിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് ഈസി ആയിട്ട് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഒരു സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷനൊക്കെ എല്ലാവർക്കും പഠിപ്പിക്കുന്നതാണ്. യൂട്യൂബിലൊക്കെ ഒത്തിരി അവെയറാണ്. ക്ലാസ്സുകളും അതുപോലെ തന്നെ ക്യാമ്പ്സൊക്കെ നടക്കുമ്പോൾ ഇതിനെപ്പറ്റി അവെയർനെസ് പ്രോഗ്രാംസും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിന് സെൽഫ് എക്സാമിനേഷൻ വഴി നമുക്ക് അതിൻ്റെ ചെറിയ ലീഷൻസ് നേരത്തെ കണ്ടുപിടിക്കുകയും അതിനെ കറക്റ്റ് സമയത്ത് ട്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ആ അസുഖത്തെ മാറ്റാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ മറ്റേണൽ ഹെൽത്ത് ഓർ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയും. ഗർഭിണികളായ സ്ത്രീകൾക്കും പ്രസവിക്കുന്നവർക്കും മുലയൂട്ടുന്നവർക്കൊക്കെ പ്രത്യേക പരിഗണനയും പ്രത്യേക കെയറും കൊടുക്കേണ്ടതാണ്. ഗർഭിണിയായിരിക്കുമ്പോഴും പ്രസവ സമയത്തും അത് കഴിഞ്ഞിട്ട് 6 മാസം വരെയും അവരുടെ ആരോഗ്യത്തിന് ഒരു പ്രത്യേക കരുതലും ഇമ്പോർട്ടൻസും കൊടുക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ ഹെൽത്ത്.
ഇന്നത്തെ കാലത്ത് സൊസൈറ്റിയുടെ പ്രഷർ ടു മച്ചാണ്. പ്രത്യേകിച്ചും ഒരു വർക്കിംഗ് വുമണിന് കുടുംബത്തിലെ ബാധ്യതകളും ജോലി സ്ഥലത്തെ ബാധ്യതകളും അതുപോലെ തന്നെ റിലേഷൻഷിപ്പും ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു സ്ത്രീ വളരെയധികം ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും അതൊരു ആങ്സൈറ്റിക്കും ഡിപ്രഷനും ഒരു കോസ് ആകുന്നുണ്ട്. ദാറ്റ് ബിക്കംസ് എ റിയൽ കൺസേൺ ഓഫ് ദ ടൈം. അപ്പോൾ സീക്കിംഗ് അല്ലെങ്കിൽ ആസ്കിങ് ഫോർ സപ്പോർട്ട് ഓർ ഹെൽപ്പ് ഈസ് നോട്ട് എ വീക്ക്നെസ്. ആസ്കിങ് ഫോർ സപ്പോർട്ട് ഓർ ഹെൽപ്പ് ഈസ് എ നെസസിറ്റി ആൻഡ് ഇറ്റ് ഹാസ് ടു ബി ഡൺ. So let us celebrate the incredible strength of women by prioritizing health and well-being. Together we can inspire each other and help each other. Happy International Women's Day.